ഞാനെന്താ UDF പ്രമേശം അമ്മി കൊത്താനുണ്ടോ വെച്ചിട്ട് കുറേ നാട്ടിൽ നടക്കുമല്ലോ. തമിഴന്മാർ പണ്ട് കാലത്തുണ്ടായിരുന്നു നമുക്ക്. അതേപോലെ എന്നെ എടുക്കുമോ ചോദിച്ചു ഇറക്കാൻ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സീറ്റ് നിങ്ങൾ എവിടെ മത്സരിക്കുന്നൊക്കെ ആർക്ക് മത്സരിക്കണമെന്ന് ഈ ഒരു 3 MLA എന്ന് പറഞ്ഞ അക്ഷരം വലിയ സംഭവം എന്നില്ല ധാരണയിലല്ലേ നടക്കുന്നത്. എനിക്കങ്ങനെ ഒരു ധാരണയില്ല. ഈ TMC, SP, DMK, UDF ഈ നേതാക്കളുമായിട്ടൊക്കെ ചർച്ച തുടരുന്നുണ്ട്. ഏതിൽ ചേരണം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ? ഒരാശയക്കുഴപ്പമില്ല. ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. കൃത്യമായ റിട്ടേൺ പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ റിട്ടേൺ പ്രപ്പോസലിനോട് ആരാണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിൻസിയറായിട്ട് റിയാക്ട് ചെയ്യുക, ആ റിയാക്ഷൻ കിട്ടിയതിന് ശേഷം ഞങ്ങളത് പരിശോധിച്ചിട്ട് അത് ഗുണകരമാണ് DMKക്കും കേരളത്തിലെ ജനങ്ങൾക്കുമെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കും. അല്ലെങ്കിൽ DMK എന്ന സോഷ്യൽ മൂവ്മെൻറ്റിനെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതൊക്കെ നമുക്ക് അപ്പം കാണാം. അത് തീർത്തും ടെക്നിക്കലാണ്, ലീഗലാണ്. അപ്പം 2 വക്കീൽ ഒരു കേസിൽ ജയിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് ഒരു വക്കീൽ തോറ്റുപോകുന്നത്? നിയമം പറഞ്ഞിട്ടാണ്. 2 വക്കീലും പറഞ്ഞ നിയമമാണല്ലോ. നമ്മളെന്താ പറയാ, നമ്മൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്, വക്കീൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള പല കാര്യത്തിൽ നമുക്കൊരു ധൈര്യം നൽകല്. എന്നിട്ട് എന്താ ഒരു വക്കീൽ തോറ്റുപോകുന്നത്? നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. ആ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഇൻറ്റൻഷൻ ഉണ്ട്. ആ ഇൻറ്റൻഷൻ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണോ കോർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം അത്തരം കേസുകളിലൊക്കെ ഇപ്പോൾ ഇലക്ഷൻ ലോ അത് ഫ്ലെക്സിബിളാണ്. അതിങ്ങനെ ഡയല്യൂട്ടായി കിടക്കുകയാണ്. സ്വതന്ത്രമായിട്ട് ഗുജറാത്ത് ജയിച്ചിട്ട് പോലും അദ്ദേഹം കോൺഗ്രസിലേക്ക് പ്രവേശനം ഉണ്ടാകുന്നത് ആ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാത്രമാണ്. നേരത്തെ അനുകൂല നിലപാടെല്ലാം സ്വീകരിച്ചിരുന്നു. പക്ഷെ അത് അംഗത്വം റദ്ദാവുന്നുള്ള സാധനം കൊണ്ടാണ്. അപ്പൊ അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ലല്ലോ. ചേലക്കര തെരഞ്ഞെടുപ്പിൽ ഇവിടെ എന്താ ഒരു കീഴ്വഴക്കുണ്ടെന്ന് പറയുന്നത്. എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ 48 മണിക്കൂർ മുമ്പിൽ ആ മണ്ഡലത്തിലില്ലാത്ത ജനങ്ങളൊക്കെ പൊയ്ക്കൊള്ളുന്നു. ഞാൻ പോയോ? ഞാൻ അവിടെ നിന്നല്ലോ, എൻ്റെ പ്രവർത്തകർ നിന്നല്ലോ. പത്രസമ്മേളനം നടത്താൻ പറ്റില്ല, ഞാൻ നടത്തിയോ? അങ്ങനെ ഒരു നിയമമില്ല. അപ്പം എന്താ പറഞ്ഞ എൻ്റെ അടുത്ത് വന്ന ആ ഡെപ്യൂട്ടി കളക്ടർ, ഇത് കീഴ്വഴക്കാണ്, അത് വീട്ടിൽ പറഞ്ഞാൽ മതി പറഞ്ഞു. നമ്മൾ നിയമത്തിൻ്റെ മുകളിലാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താ, ഒരു നിയമത്തിൻ്റെ മുകളിലാണ്. അപ്പം ഈ നിയമങ്ങൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോകുമ്പോൾ അതിനെ നിയമം എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത് ചെറിയൊരു ബോധം എനിക്കുണ്ട്. ഞാനൊരു നിയമ വിദ്യാർത്ഥിയൊന്നുമല്ല. എനിക്ക് വിവരമില്ലെങ്കിലും വിവരമുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. DMK ആയിട്ടാണല്ലോ ആദ്യം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി സ്റ്റാലിൻ ബന്ധം അതിനൊരു തടസ്സമായതുകൊണ്ടാണോ മറ്റു പാർട്ടികളുമായിട്ടുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ കടന്നത്? അത് പരിപൂർണമായിട്ടും മുഖ്യമന്ത്രി തന്നെയാണ് അത് ഇടപെട്ട് തടഞ്ഞിട്ടുള്ളത്. ആ തടഞ്ഞതിൻ്റെ സത്യത്തിൽ നമ്മളത് ആദ്യം DMKയുമായിട്ടുള്ളൊരു ചർച്ച അങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം സ്വാഭാവികമായും നമ്മുടെ സ്റ്റേറ്റിനോട് തൊട്ട് കിടക്കുന്ന ഒരു പാർട്ടി 10-30 ലക്ഷം 25 ലക്ഷം മലയാളികൾ തമിഴ്നാട്ടിൽ ജീവിക്കുന്നുണ്ട്. 5-8 ലക്ഷം തമിഴന്മാർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ DMK പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ കൂടി സാന്നിധ്യം ഉറപ്പിച്ചാൽ തമിഴ്നാടിൻ്റെ മാത്രമല്ല കേരളത്തിലെയും ജനങ്ങളുടെ താല്പര്യങ്ങൾ DMKക്ക് പരിഗണിക്കേണ്ടി വരും. അതൊരു വലിയ സാധ്യതയായിട്ട് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു നിലക്ക് പിന്നെ അദ്ദേഹം ഒരു ആൻറ്റി ഫാസിസ്റ്റ് ആണ് എന്നത് വളരെ കൃത്യമാണ്. ഈ ആംഗിളെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ആലോചന നടത്തിയത്. ആ ആലോചനയാണ് ഇപ്പോൾ പിണറായി നേരിട്ടിടപെട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ വിജയുടെ പാർട്ടി കൂടി വന്നപ്പം അവരും ചെറിയ കൺഫ്യൂഷനിലാണ്. CPM അവരുടെ ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷി എന്ന നിലക്ക് അവർക്ക് നാളെ ഒരു എതിർപ്പുണ്ടാകുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം വിജയുടെ പാർട്ടിയും AIADMKയുമായി ചർച്ചകൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. മാത്രമല്ല അവർ പുതിയൊരു പൊളിറ്റിക്സ് അവിടെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ സ്റ്റേറ്റിലെ കോളീഷൻ ഗവൺമെൻറ് പോലെ അവിടെ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാറില്ല. ഇപ്പോഴും DMKയുടെ കൂടെ എല്ലാവരും ഉണ്ട്. പക്ഷേ DMK മാത്രമേ മിനിസ്റ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ അവർ വെക്കുന്ന പ്രപ്പോസൽ